ഹലോ ഗൈസ്, മഴയൊക്കെ പെയ്ത് ഭയങ്കര തണുപ്പായിരിക്കുന്ന ഒരു സമയത്ത് നേരെ ഒറ്റ മൈൻഡിൽ വാഗമൺ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. വീട്ടിൽ നിന്ന് അങ്ങനെ 2 കോട്ടും 2 വണ്ടിയിലായിട്ട് ഞങ്ങൾ 4 പേരും കൂടി അടിപൊളിയായിട്ട് വാഗമൺ കയറാമെന്നുള്ള രീതിയിൽ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് വേഗം ഇറങ്ങി. എന്തായാലും ഭാഗ്യം കൊണ്ടോ എന്തായാലും അടിപൊളി ക്ലൈമറ്റായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയായിരുന്നത്. അങ്ങനെ ആദ്യം കണ്ട ഒരു സ്പോട്ടിൽ ഞങ്ങൾ വണ്ടി നിർത്തി ജസ്റ്റ് മഴയൊക്കെ ഒന്ന് നനഞ്ഞ് തലയൊക്കെ ഒന്ന് റെഡിയാക്കി ഞങ്ങൾ 2 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് തുടങ്ങി. അങ്ങനെ ഈ ഒരു ട്രിപ്പ് ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ വേണ്ടി തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഈ ഈവനിങ് ട്രിപ്പ് ഇവിടെ നിന്ന് സ്റ്റാർട്ടാക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് വാഗമൺ ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു സീസണിൽ വരണതാണ് എനിക്ക് കുറേ ഇഷ്ടം. കാരണം ഒരുപാട് മഞ്ഞും മഴയും ഒക്കെ ആയിട്ട് യാതൊരുവിധ ക്ലൈമറ്റ് നമുക്ക് പറയാൻ പറ്റാത്തൊരു രീതിയിലുണ്ടാവുമല്ലോ. ആ ഒരു സമയത്ത് പോകണ അടിപൊളിയായിരിക്കും അല്ലേ. അങ്ങനെ ഞങ്ങൾക്കെന്ത് നല്ല കോട കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വഴിയൊക്കെ മഴ പെയ്തുകൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര ഭംഗിയായിട്ടായിരുന്നു ഇരുന്നത്. പിന്നെ നമുക്ക് എന്തോ ഭയങ്കര കൊതി തോന്നും ഇതിൽ കുറേ നേരം വണ്ടി ഓടിച്ച് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു വീഡിയോ സ്വന്തമായിട്ടൊരു 2-3 ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ ഫോൺ എടുത്തതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തൊക്കെ കുറേ ആൾക്കാർ വരും കേട്ടോ. അങ്ങനെ സ്വന്തമായിട്ട് വീഡിയോസും എൻ്റെ കയ്യിലൊന്നും സാധാരണ എടുക്കാറില്ല. കാരണം ഇവരൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും നടക്കില്ല. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഓഫ് റോഡ് റൈഡ് കയറാനും വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം ഈ ഒരു മഴയത്ത് ഓഫ് റോഡ് കയറണത് കുറച്ച് ഡേഞ്ചറസ് ആണെന്ന് അറിയാം. പക്ഷേ എന്തോ മനസ്സിൽ ഞങ്ങൾ സമ്മതിക്കണമായിരുന്നില്ല. എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ 2 വണ്ടിയും ഞങ്ങൾ 4 പേരും കൂടി എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് കയറിട്ടോ. എന്തായാലും സംഭവം അടിപൊളിയാണ് ഗൈസ്. ഈ ഒരു സമയത്ത് ഈ ഒരു സ്ഥലം എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ കാണണം. ഇത് എൻ്റെ ക്യാമറയിലെടുത്ത് എനിക്കിത് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ കാണിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് ഞാൻ ഈ പുറകേലിരിക്കുന്നതുകൊണ്ട് നമുക്ക് ക്യാമറ പിടിക്കുന്നതിൽ കുറേ ലിമിറ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ മാക്സിമം ഞാനത് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു റൈഡ് ഞങ്ങൾ നേരെ കയറി ചെന്നത് നല്ല ഭംഗിയുള്ള ഒരു പാറയുള്ളൊരു സ്ഥലത്താണ് കേട്ടോ. ഒരുപാട് ആൾക്കാരോടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത്രയും ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. കുറച്ച് നിങ്ങളെപ്പോഴും പോകുമ്പോൾ സേഫായിട്ട് പോകാൻ ശ്രദ്ധിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അടിപൊളി വ്യൂ ആണ്. കുറേ നേരം അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തെ മലയിലേക്കൊക്കെ ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് റൈഡിങ് കുറച്ച് നന്നായിട്ട് ശ്രദ്ധിച്ച് പോകണമെന്നുണ്ടെങ്കിൽ കംഫർട്ടബിളായിട്ട് നമുക്ക് പോയി വരാം. പിന്നെ ഞങ്ങൾ വെച്ചിട്ട് മഴ ആയതുകൊണ്ട് കുറച്ചൊക്കെ തെന്നി കിടക്കണോണ്ട് നമ്മൾ ആ ഒരു റിസ്ക് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അടിപൊളിയായിട്ട് അവിടെ നിന്ന് കണ്ടു, കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് പയ്യെ അടുത്ത സ്ഥലത്തേക്കായി. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള വീഡിയോസ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. കാരണം എൻ്റെ ക്യാമറയിൽ പതിക്കാവുന്നതിന് അത്രയും ഞാൻ പതിച്ചിട്ടുണ്ട്. അത്രയും അടിപൊളി വ്യൂ ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. She moves like a map with no borders, a whisper caught in the wind. I see her boots at the corner cafe with a notebook and a grin. She's chasing skies I've never known. അങ്ങനെ അവിടുത്തെ വ്യൂ ഓഫ് കണ്ട് നമ്മൾ പയ്യെ താഴോട്ടിറങ്ങി കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു ചേട്ടൻ്റെ കടയിൽ ചെന്ന് ഒരു മാഗിയും പിന്നെ അവിടെ നിന്ന് 2-3 കാപ്പിയും പിന്നെ അവിടെയുള്ള കടയിലെല്ലാം മിക്ക സാധനങ്ങളും ആ ഒരു കാപ്പിയുള്ള എടുക്കുന്ന സമയം കൊണ്ട് നമ്മളവിടെ നിന്ന് തിന്നു കേട്ടോ. കാരണം വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു, ഭയങ്കര മഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ ഈ ഒരു നൈറ്റ് വ്യൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത്രയും നാളെ വാഗമൺ പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു അടിപൊളി ട്രിപ്പ് ഞാൻ അടുത്ത് പോയിട്ടില്ല. എന്തായാലും ഇതേപോലെ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് പോകാൻ നോക്കാം കേട്ടോ. അടിപൊളി വൈബാണ് ഗൈസ്. അപ്പോൾ
അപ്പോൾ നമ്മളവിടെ മാഗിയൊക്കെ തിന്ന് പയ്യെ ഒരു ചായയൊക്കെ കുടിച്ച് കുറേ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ നമുക്കൊരു ബാൽക്കണി പോലത്തൊരു സ്ഥലത്താണ് നമ്മളവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചത്. അങ്ങനെ ഈ ഒരു ബാൽക്കണിയൊക്കെ കണ്ട് അവിടെ നിന്ന് പയ്യെ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോന്നു. She hums a tune I've never heard in languages I can't speak. She writes down cities on her wrist and dreams she'll never keep.